ഹലോ എവരി വൺ, വെൽക്കം ടു ഡേ 3 ഓഫ് മണി മേക്കിംഗ് ചലഞ്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിങ് പ്ലാൻസിനെ കുറിച്ചാണ്. സോ നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രൈസിങ് പ്ലാൻസിനെ കുറിച്ചാണ്. സോ നമുക്കറിയാം നല്ലൊരു പ്രൈസിങ് ആയിരിക്കും നല്ലൊരു സെയിൽസ് ഉണ്ടാക്കുന്നതും അതൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ചുമ്മാതെ ഒരു പ്രൈസിങ്ങോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് പ്രൈസിങ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി നമ്മളെല്ലാം കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറുണ്ട്, ഡീകോയ് എഫക്റ്റ് എന്ന് പറയും. സോ ഡീകോയ് എഫക്റ്റ് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് ജസ്റ്റ് പറയാം. നമുക്കറിയാം ബേസിക്കലി ഏതൊരു പ്രൊഡക്റ്റ് നോക്കുമ്പോഴും നമുക്ക് 3 പ്രൈസിങ് പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പോപ്കോൺ വാങ്ങാൻ പോകുന്ന കരുതുക. പോപ്കോൺ വേണ്ട, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ അതിന് 3 സൈസസ് ഉണ്ടെന്ന് കരുതുക, സ്മോള്, മീഡിയം, ലാർജ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം സ്മോളിൻ്റെ പ്രൈസിനേക്കാളും കുറച്ച് കൂടുതൽ, അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് കാണും മീഡിയത്തിൻ്റെ പ്രൈസ്. ബട്ട് മീഡിയവും ലാർജും കമ്പയർ ചെയ്യുമ്പോൾ അത് തമ്മിൽ വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ഡെഫിനറ്റ്ലി ലാർജർ പ്രൈസ് ഉള്ളത്, അതായത് ഏറ്റവും ലാർജ് എടുക്കാൻ നോക്കും. കാരണം നോക്കുമ്പോൾ മീഡിയവും ലാർജും തമ്മിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല, അവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും, ചെറിയൊരു പ്രൈസിന് ഡിഫറൻസ് വരുന്നു. സോ അതാണ് ഡീകോയ് എഫക്റ്റ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തൊരു കമ്പനിയാണ് ആപ്പിൾ എന്ന് നമുക്കറിയാം. സോ ബേസിക്കലി അവരുടെ ഐഫോണിൻ്റെ ഇൻട്രൊഡക്ഷൻ പ്രൈസും കാര്യങ്ങളും ഇപ്പോൾ ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ മനസ്സിലാവുന്നില്ല. ബട്ട് US പ്രൈസസും കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് അതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വളരെ ബെറ്റർ ആയിട്ട് അത് യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളായിട്ടൊരു പ്രൈസിങ് ഇത് കൊണ്ടുപോകുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം ഇത്തരം കമ്പനികൾ എന്ന് പറയുമ്പോൾ അവർ കുറേ റിസർച്ച് നടത്തി അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രൈസിങ് കൊണ്ടുവരുന്നത്. സോ അത് സക്സസ്ഫുൾ ആയി ഓടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനോ ഒന്നും നമ്മൾ പോകില്ല. അതിന് പകരം അത്തരം ഒരു പ്രൈസിങ് എടുക്കുന്നതല്ലേ നല്ലതെന്ന് എനിക്ക് തോന്നി. സോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആക്ച്വലി കൺഫ്യൂഷൻ കൂടുകയും ചെയ്തത്. കാരണം കുറേ പ്രൈസിങ് കാണുന്നുണ്ട്, പല മോഡലുകൾക്ക് പല പ്രൈസിങ് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചു ലാസ്റ്റ്. അതിലൊരു പ്രൈസിങ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു: 699, 999, അതുപോലെ 1099. ഇതായിരുന്നു നമ്മുടെ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത്. ബട്ട് അങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയില്ല അത് അത്ര ഫീസിബിൾ ആണെന്ന്. കാര്യം നമ്മൾ എസ്പെഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്തരം ഒരു പ്രൈസിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നത് അത്ര ഒരു കൺവേർഷനിലേക്ക് എത്തിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. സോ അങ്ങനെ ഇപ്പോൾ ഇരുന്ന് ആലോചിച്ച് ഞാൻ ChatGPT ചോദിച്ചു, പുള്ളിയും എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നു. കാരണം അതും അത്ര നന്നായിട്ട് തോന്നിയില്ല അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ. ഫൈനലി ഞാൻ തന്നെ ഒരു പ്രൈസിങ് കാര്യങ്ങളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ഒരു പ്രൈസിങ് ഫിക്സ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ചേഞ്ച് വരാം. കാരണം നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറേയൊക്കെ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിരിക്കാം. അപ്പോൾ നമ്മുടെ കറന്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് 3 പ്ലാൻസാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പ്ലാൻ എന്ന് പറയുന്നത് 499, മറ്റൊരെണ്ണം 899, പിന്നെ വേറെ ഒരെണ്ണം വരുന്നത് 1099 ആണ് ആക്ച്വലി. ബട്ട് അതിൽ ഒരു ഡിസ്കൗണ്ട് എന്ന രീതി കൊടുത്തിട്ട് 999 എന്നൊരു പ്രൈസിങ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാത്രമല്ല നമ്മളൊരു ഫ്രീ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ബേസിക്കലി വെബ്സൈറ്റുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഡൈനാമിക് ആയിട്ടും ആസ് വെൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ബട്ട് അഫോർഡബിൾ റേറ്റിൽ വെബ്സൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും അവർക്ക് പറ്റും. അപ്പോൾ നിങ്ങളൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റും കാര്യങ്ങളാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ഫ്രീ പ്ലാൻ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ പ്ലാനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. സോ അത് കംപ്ലീറ്റ്ലി ഫോർ എവർ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ പ്ലാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുവാണ്, അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സിന് തോന്നുവാണ്, ക്ലയൻസിന് തോന്നുവാണ് ബെറ്റർ ആണ്, അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്ന് പ്രീമിയത്തിലേക്ക് സ്വിച്ച് ചെയ്യണം തോന്നി അവർക്ക് സ്വിച്ച് ചെയ്യുകയും ചെയ്യാം. സോ അതിന് വേണ്ടി നമ്മൾ ഫ്രീ പ്ലാനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കറൻറ്റ് പ്രൈസിങ്ങിൽ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞൊരു ഫ്രണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യണം, ആസ് വെൽ ആസ് ഒരു കമ്പനി നെയിം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് കണ്ടുപിടിക്കണം, ബിസിനസ്സിൻ്റെ പേര് കണ്ടുപിടിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേരെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പേര് കണ്ടുപിടിക്കണം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ലാൻഡിംഗ് പേജ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇനി വരുന്ന മെയിൻലി കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ബേസിക്കലി നമ്മുടെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയാനൊക്കെ ആയിരുന്നു. സോ ഇത് ഒരുപാട് വലിച്ചിട്ടില്ല. നമുക്കറിയാം കഴിഞ്ഞ വീഡിയോസിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് പ്രൈസിങ് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇനിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ബൈ.